എന്റെ വാപ്പ പറഞ്ഞല്ലോ 150 പെണ്ണ് കാണൽ നടത്തിന്ന്. അതെന്തിനാ? എടാ, എല്ലാവരുടെയും പെർമിഷനോട് കൂടി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒരു പെൺകുട്ടിയോട് സൊള്ളാൻ കിട്ടുന്ന അവസരം നമ്മളായിട്ട് കളയേണ്ട കാര്യമുണ്ടോ? ഭയങ്കര ഭംഗിയിട്ടുണ്ടോ? ഏകദിനത്തിൽ ഏറ്റവും വേഗതയിൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? അവിടെ നിന്നാണ് ആദ്യം കൈപൊക്കിയത്. അവിടേക്കാണ് മൈക്ക് വെക്കുന്നത്. മൈക്ക് പിടിച്ചോളൂ, മൈക്ക് അടുപ്പിച്ച് പറഞ്ഞോളൂ. സത്യത്തിൽ എനിക്ക് ശരിക്കും അറിയില്ല ക്രിക്കറ്റ്. ഏകദിനത്തിൽ ഏറ്റവും വേഗതയിൽ സെഞ്ചുറി നേടിയ താരമാരാണ്? പി.ടി. ഉഷയായിരിക്കും. ഈ മുരുകൻ എപ്പോഴും കാട്ടിലല്ലയോ, പിന്നെങ്ങനെ 3 പിള്ളേര്? മുരുകനല്ലേ കാട്ടിലുള്ളൂ, മൈന വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. പെൻഡ്രൈവാണ് ജാമ്പവന്റെ കാലത്തെ ആണല്ലോ, ഒരുപാട് യൂസ് ചെയ്തതാണോ ഇല്ലയോ? കളയാറായില്ലേ ഈ ഇമാതിരി പഴയ സാധനമൊക്കെ. 4GB 2 സിനിമ പോലും കേറത്തില്ല. ഈ ചാനൽ പുതിയ ഹാർഡ് ഡിസ്ക് വേണ്ട, ഇത് ഞാൻ കളഞ്ഞേക്കാം. തന്നില്ല കൊന്നുകളയുന്ന അതിന്റെ തന്നില്ല കൊന്നുകളയുന്ന അതിന്റെ അത് കുഴപ്പമില്ല, ആവശ്യമില്ല. ബോസിനിപ്പൊ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച അയാള് ഗൗതമനെ ചീത്ത പറഞ്ഞു. അന്ന് തന്നെയാണ് അയാളുടെ കൈ ഒടിഞ്ഞതും. ഓൾമൈറ്റി കൊടുക്കണ പണിഷ്മെന്റ് എന്നാ ഇവിടെ എല്ലാവരും പറയണേ. ആരടി ഓൾമൈറ്റി? മേലുള്ള ഓഫീസിലുള്ളവനാ? എടാ, ദൈവം. ദൈവത്തിൽ നിങ്ങളിപ്പോ ഫ്രീക്ക് വരിട്ട് തുടങ്ങിയ 4 4 8 1 9 തലയുള്ള രാവണൻ. 10ാമത്തെ തല എന്തിനാ? എന്റെ കയ്യിലുണ്ട് സാറേ. കയ്യിലെന്താടാ വെച്ചേക്കുന്നത്? പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാറില്ല. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA-ലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനാ. ഉங்க அப்பா என்ன டோபியா? പിന്നെ ചിറാപ്പുഞ്ചി ഗോവാസയ്ക്കും ഭൂട്ടാൻ. കടന്നു വരൂ. നാളെ ബാക്കി ദേവത உங்க அப்பா என்ன லாட்டரி பிசினஸ்? ലാക്സ് ബിസിനസ്. അതെ. நீங்க மலையாளியா? எங்க அப்பா வந்து பெங்காலி, அம்மா வந்து மங்கோலி, நான் வந்து மலையாளி, இவன் ஏற்பாளி, நீங்க யாரு? അവിടെ നേരെ പോയേട്ടാ. അപ്പൊ വളവൊക്കെ നിന്റെ അപ്പം വന്ന് വിളക്കോ? ചേട്ടോ, ഈ സ്റ്റീറിംഗ് ചേട്ടൻ അമ്മയ്ക്ക് ഊഞ്ഞെല്ലാം വെച്ചേക്കണതൊന്നല്ല, അത് പിടിച്ച് തിരിച്ചാ മതി. ഫുഡ് മേടിച്ചു തരോ? നിനക്കെന്താ വേണ്ട? 2 ചിക്കു ഷേക്ക്, ഒരു ബിരിയാണി, ഒരു അൽഫാം പറഞ്ഞു. ഓക്കെ, 2 ചിക്കു ഷേക്ക്, അൽഫാം, ബിരിയാണി, പിന്നെ നെയ്ച്ചോറ്, ബീഫ്, ജംഷീറിന്. ജംഷീർ പോയടാ. അത് ക്യാൻസൽ ചെയ്യണ്ട, അത് ഞാൻ കഴിച്ചോളാം. കിടക്കുമ്പോ അച്ഛനടുത്തുണ്ടെന്നൊരു തോന്നല. എനിക്ക് ഇവിടെ കിടക്കും, എന്റെ ഭാര്യ അടുത്തുള്ള ഒരു തോന്നല. അത് വേണ്ട, ആ തോന്നല് വേണ്ട കേട്ടോ, അത് അവസാനത്തെ തോന്നലായിരിക്കും. എന്നാ വേണ്ട, ഇന്നത്തെ വീട് പടിയാക്ക. എന്റെ പത്മാവതി, എന്റെ വേലക്കാരി ചാരു, എല്ലാവരും ഉറങ്ങി, വേഗം. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ മതിലിനപ്പുറത്തുള്ള നാരായണിയെ സ്നേഹിച്ചു. ഇരുവരും പരസ്പരം കാണാതെ ശബ്ദത്തിലൂടെ മാത്രം പ്രണയിച്ചു. അതാണ് ദിവ്യമായ പ്രണയം. ആണോ? അങ്ങനെയൊക്കെ നടക്കുവോ? പിന്നില്ലേ? അപ്പുറത്താരാ? നിന്റെ തള്ള പൊടാറി. പത്രങ്ങളൊക്കെ പഴയതാണല്ലോ. ഈ മിക്സിയുടെ കൂടെ തെർമോക്കോളും ഒക്കെ എന്ത് വല്ലയിടത്തുനിന്നും കട്ടോണ്ട് വന്നേ? ഒരുവട്ടോടെ പറയടാ, ഒരുവട്ടോടെ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞേട്ടോ, അവന്റെ വിവരക്കേട് കൊണ്ടുവരണല്ലോ, നീ ക്ഷമിക്ക്. സത്യം പറയാം, എവിടുന്ന പൊട്ടിച്ച്? ഞാൻ അല്ലെങ്കിൽ വേണ്ട, ആരായിരിക്കും ഈ നേരത്ത്? പൈസക്ക് ഗതിയില്ലാത്തവൻ എന്തുട്ടെടുത്ത് അടിച്ചു പൊളിക്കാനാണ്ടാ? 5 പൈസക്ക് ഗതിയില്ലാത്ത ഞാൻ അടിച്ചു പൊളിക്കണതാ.
അവളെ പുല്ലുപോലെ തൂക്കിയെടുത്തിട്ടൊന്ന് എന്റെ പുറകിലിട്ട് വരും ഞങ്ങൾ. അതെന്താ പുറകില്? അയ്യടാ ഇത്രയൊക്കെ ഞങ്ങൾ എഴുതാൻ നീ ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കണേ. ഓ ശരി. ദേ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളുടെ കൂടെ നിന്റെ കൂടെ രഹസ്യമായിട്ടൊരു കാര്യം ചോദിക്കാൻ, ഗോളടിക്കാൻ എന്തെങ്കിലും എളുപ്പവഴി എന്തും കൂടെ ഒന്ന് പറഞ്ഞു. നമ്മൾ വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോ ഗ്രൗണ്ടിൽ വരിക. അപ്പൊ ഗോളി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അപ്പൊ ഗോളി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. രാജിന് ഏറെ ഇഷ്ടമുള്ള ഒരു നടനാണ് കമലഹാസൻ, ഉലക നായകൻ. അപ്പൊ ചെറിയൊരു ചോദ്യം. 1 കമലഹാസൻ ഈസ് ഈക്വൽ ടു ഡാഷ് സുരാജ് വെഞ്ഞാറമ്മൂട്. കണക്കാണല്ലേ? അതെ. എത്ര സുരാജ് വെഞ്ഞാറമ്മൂട് ചേർന്നാൽ ഒരു കമലഹാസൻ ആകും? എക്സോ? അതെന്ത് വാല്യൂ? അല്ല, എന്റെ ടീച്ചർ പറഞ്ഞിട്ടുള്ള എക്സിന് ഒരു വാല്യൂ ഇല്ല. നമ്മൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് മൂപ്പര് മുമ്പിൽ അണ്ടി ഓർക്കാൻ പോകുമ്പോ മൂപ്പര് മുണ്ട് നോക്കി കാണിച്ചു തരും. പാവം, നല്ലൊരു മനുഷ്യനെ. സാറേ, എന്തോ ഇപ്പൊ തന്നെ ഇങ്ങനെ കളിച്ചപ്പോ ഫൈനൽസിൽ എന്ത് ചെയ്യും സാറേ? അവന് മനസ്സിലായില്ല. ഇത് പ്രീ ഫൈനൽസ് ആണ്. പ്രീ ഫൈനൽസ് തന്നെ ഇങ്ങനെ കളിച്ചാ പിന്നെ ഫൈനൽസിൽ എന്ത് കളിക്കും ആണ് ഞാൻ ചോദിച്ചേ. ഡാൻസ് കളിക്കും. ഗുഡ് മോർണിംഗ്. ഇന്റർവ്യൂവിന് വന്നവരാണല്ലേ? ഞാനും അതിനാ വന്നത്. നൈസ് ടു മീറ്റ് യു. ഐ എം ഉണ്ണികൃഷ്ണൻ. എന്താ സാറിന്റെ പേര്? I'm a robot, Android version 5.25. റോബർട്ട്. അപ്പൊ ക്രിസ്ത്യാനിയാണല്ലേ? ഞാൻ പറയണെങ്കിലേ, നമുക്ക് വിശ്വാസമുള്ള, നമ്മളെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ വേണം നമ്മൾ സഹായത്തിന് വിളിക്കാൻ. എന്നാ പിന്നെ രജനീകാന്തിനെ വിളിക്കാം. നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ആ ഡീഡി പറയൂ. അപ്പൊ എന്താണ് ഇപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പൊ ആക്ച്വലി ഇവിടെ ആരും നടക്കുന്നില്ല, എല്ലാരും ഇരുന്നുകൊണ്ടിരിക്കുക. അവിടെ നിൽക്കുകയല്ലേ? ആ, ഞാനിവിടെ നിന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ബാക്കി പറയൂ. കൗണ്ടർ പിന്നടിക്കാം. ഞാൻ ഷിബു സണ്ണി. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സബ്ജക്ട് മാത്സ് അല്ലേ സാർ? എങ്ങനെ മനസ്സിലായി? സാറ് ബോർഡിൽ എഴുതിയത് വായിച്ചപ്പോ മനസ്സിലായി. റേഷൻ കടയുടെ പുറകിൽ താമസിക്കുന്ന ഫക്രൻ നാസറിന്റെ പിതാവ് ദിവംഗതനായ വിവരം അറിയിക്കുകയാണ്. എന്നുവെച്ചാ മരിച്ചുപോയി. ഫക്രൻ നാസർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നീ പോകുന്നില്ലേ? ഒരു കളി കണ്ടിട്ട് പോവാം. നീ പോകുന്നില്ലേ? ഒരു കളി കണ്ടിട്ട് പോവാം. നല്ല കറക്റ്റ് ഫിറ്റ്. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ട. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതായിരുന്നു ഇവന്റെ അപ്പൻ. തലശ്ശേരിയിലെ തലശ്ശേരിന്നാണ്. ഇദ്രാസാന്റെ മോനാണ്. ഹോമീദ എന്നെ മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ച് എങ്ങനെയാണ് ആളെ മനസ്സിലാവുക? ഓ സോറി. ശിവൻകുട്ടി, ശിവേട്ടൻ. ശിവേട്ടൻ മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ചോളി. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തുവരെ പഠിച്ചു? ഡാഡ പഴയ 4ാം ക്ലാസ്സാ. പിന്നെ സിസ്റ്റേഴ്സ് അവര് പുതിയ 4ാം ക്ലാസ്സാ. ഞാൻ നിങ്ങളുടെ കാര്യമോ ചോദിച്ചു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. നീ പെട്ടെന്ന് ചെല്ല്, എനിക്ക് നല്ല ഹോൾഡുള്ള സ്ഥലമാണ്. അവിടെ നിനക്ക് ആരെ പരിചയം? അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥനെ. അതാ ചോദിച്ചത്. പേരെന്തരാ? മിസ്റ്റർ സെക്യൂരിറ്റി. എടാ സെക്യൂരിറ്റി, ഗേറ്റ് വാച്ചറെന്ന് പറയും. അതെ, കഥ പറഞ്ഞെന്ന് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാ ഞാൻ പാട്ട് പാടിത്തരാം. ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങുക, അതെങ്ങാനും കേട്ടാ നിന്റെ ദേഹത്തുനിന്ന് ചോര തെറിക്കും. അവക്ക് 2 വയസ്സാ, അറിയാതൊന്ന് മാറിയ
I'm gonna pop some tags. Only got $20 in my pocket. ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അല്ല തലയ്ക്കകത്ത് എന്തേലും വ്യാണ്ടേ? നിന്റെ അച്ഛന്റെ കോണകമൊന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്. കാലത്ത് ചായ വരെ കിട്ടില്ലല്ലോ. കറവക്കാരൻ വന്നില്ല താൻ കറക്കണം. തനിക്കല്ലേ എന്റെ ചാർജ്? കറക്കും. മറ്റേ പുള്ളി ഇറക്കും. ഏത് പുള്ളി? മറ്റേ പുള്ളി. ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത്? ഫായോ? FATHER ഫാദർ. തന്റെ വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ?